നിങ്ങളൊരു ഡയറക്ടറാണെന്ന് കരുതുക. നിങ്ങളുടെ കയ്യിൽ ഒരു കഥയുണ്ട്. നിങ്ങൾ ആ കഥയ്ക്ക് വേണ്ടി ഒരുപാട് നാൾ വർക്ക് ചെയ്ത് നിങ്ങൾ റെഡിയാക്കിയെടുത്തൊരു കഥയാണ്. അപ്പോൾ ആ കഥയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു നടൻ ഉണ്ടായിരിക്കാം, ഉണ്ടാവാതിരിക്കാം. പക്ഷേ അതിൽ ഏറ്റവും നല്ലൊരു നടൻ വന്നു കഴിഞ്ഞാൽ ആ കഥ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ഇന്ന് ആ കഥ പറയാൻ പോവുകയാണ്. ഒരു സൂപ്പർ സ്റ്റാർ ആക്ടറിൻ്റെ അടുത്ത് പറയാൻ പോകുന്നു. അപ്പോൾ ആ ആക്ടർ യെസ് പറയോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങൾ അത് പറയുന്നു, ആക്ടറിന് ഇഷ്ടപ്പെടുന്നു, യെസ് പറയുന്നു. ആ പോയിന്റിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുക, ഓക്കെ, ഇതായിരുന്നു ഞാൻ ഇത്ര നാളും കാത്തിരുന്നത്. ഈ ആക്ടറിൻ്റെ യെസ് കിട്ടി, ഇനിയിപ്പോൾ എനിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല, യെസ് കിട്ടി, ഇനിയിപ്പോൾ ആ ആക്ടർ നോക്കിക്കോളുമല്ലോ. അങ്ങനെ കരുതി എടുത്തൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി കളങ്കാവൽ. മമ്മൂട്ടിയെയും വിനായകനെയും നായകനാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത സിനിമയാണ് കളങ്കാവൽ. അപ്പോൾ എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വൺ ടൈം വാച്ചാണ്, നല്ലൊരു വൺ ടൈം വാച്ചായിട്ട് തോന്നി. കാരണം ഇതൊരു റിയലിസ്റ്റിക് സിനിമയാണ്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇത് പോകുന്ന ഒരു ഫ്ലോയും ആ രീതിയെല്ലാം വെച്ചിട്ട് നല്ല നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. പിന്നെ ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഗുഡ് വൺ ടൈം വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് സയനൈഡ് മോഹൻ്റെ കഥയാണെന്ന് സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ അതൊരു റിസ്ക് ആയിരുന്നു ആക്ച്വലി. അതൊരു ഡയറക്ടറും സിനിമയുടെ ടീമും എടുത്തൊരു റിസ്ക് ആയിരുന്നു. പക്ഷേ ആ റിസ്ക് അവർ ധൈര്യത്തോടെ മുന്നോട്ട് എടുത്തു. പക്ഷെ അതിന് സപ്പോർട്ടായിട്ട് മമ്മൂട്ടിയെ പോലൊരു ആക്ടറിനെയും കിട്ടി. അവിടെയാണ് ഈ സിനിമയുടെ വിജയമെന്ന് ഞാൻ പറയുന്നത്. ഒരു രക്ഷയില്ല, ഉഗ്രൻ അഭിനയം എന്ന് പറഞ്ഞാൽ ഉഗ്രൻ അഭിനയം. കാരണം മമ്മൂട്ടിയുടെ ഒരു ഗ്രേ ഷെയ്ഡ് ക്യാരക്ടേഴ്സ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് കാണുക. അതായത് റോഷാക്ക്, ഇത് പണ്ട് തൊട്ടേ ഉള്ളതായിരുന്നു. പാലേരി മാണിക്യവും ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് ഇടയ്ക്ക് നിർത്തിയിട്ട് വീണ്ടും ആ സൂപ്പർ സ്റ്റാർ ആണല്ലോ താനെന്ന് കരുതി ചെയ്ത കുറേ സിനിമകളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വിട്ടിട്ട് മമ്മൂട്ടി കമ്പനി തുടങ്ങിയ പരിപാടി ചെയ്തു. അതായത് റോഷാക്ക് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അത് കഴിഞ്ഞ് വന്ന ബ്രഹ്മയോഗമാണെങ്കിലും അതും നല്ല ഉഗ്രൻ സിനിമ തന്നെയാണ്. വീണ്ടും അങ്ങനെ ഡിഫറെൻ്റ് റോളുകൾ എടുക്കാൻ ഇക്ക ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ഭാഗമായിരുന്നു ഈ കളങ്കാവൽ. അപ്പോൾ അതിൽ ഇക്ക എടുത്ത റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസ്ക് എന്ന് ഞാൻ പറയുന്നില്ല, ഇക്കടുത്ത റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മലയാളി ഓഡിയൻസിലുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഓഡിയൻസ് സ്വീകരിക്കും എന്നുള്ളൊരു ധൈര്യത്തോടെ ആ സിനിമയിലെ കളങ്കാവലിലെ വില്ലനാവാൻ തീരുമാനിക്കുന്നു. അപ്പം അത് പ്രൊഡ്യൂസും ചെയ്യുന്നു. അതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇത് താൻ വില്ലനാണ്, താൻ സൂപ്പർ സ്റ്റാർ ആണെന്ന് അറിയാം, പക്ഷേ താൻ വില്ലനാവുന്നു. ഇത് ഓഡിയൻസ് സ്വീകരിക്കുമെന്ന് ഒന്നിങ്ങനെ ആളങ്ങ് വിശ്വസിച്ചു. അപ്പോൾ ആ വിശ്വാസം നമ്മൾ മലയാളി ഓഡിയൻസ് കാത്തു, അതാണെന്ന് പറയാം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാം കാണാം. അതായത് വില്ലനാവുന്ന എന്തിനായിക്ക ഇങ്ങനത്തെ റോള് ചെയ്തത്, ഇങ്ങനത്തെ വില്ലൻ റോള് ചെയ്തത്, അത് കാരണം എനിക്ക് സിനിമ ഇഷ്ടപ്പെടത്തില്ല, എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ഒരു രീതിയിൽ ആരും ചിന്തിച്ചിട്ടില്ല. എല്ലാവരും കയ്യടികൾ തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പറയുമ്പോൾ ഇക്കയാണ് ഇതിൻ്റെ MVP എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമ ഈ ഒരു ലെവലിലേക്ക് ചർച്ച വരണമെങ്കിൽ കാരണം ആ ഒരു റോള് ഏറ്റെടുക്കാൻ ഇക്ക തയ്യാറായത് തന്നെയാണ്. പിന്നെ പറയുമ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ സയനൈഡ് മോഹൻ്റെ കഥയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ സിനിമ കാണേണ്ട കാര്യമുണ്ടോ? നമുക്ക് ബാബു രാമചന്ദ്രൻ്റെ ഒരു വല്ലാത്തൊരു കഥ, അതിൽ അയാൾ 1 മണിക്കൂറോളം ഇതിൻ്റെ കഥ പറയുന്നുണ്ട്. അപ്പം ആ കഥയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിൽ നമുക്ക് എന്തൊരു എന്താണ് തോന്നാതിരിക്കുന്നത്? അപ്പോൾ അത് എടുത്തു വെക്കുന്ന രീതിയിലല്ലേ. അപ്പോൾ അതിൽ അവർ ഫിക്ഷൻ്റെ എലമെൻറ്റ് കൊണ്ടുവന്നു. അപ്പോൾ ഇതൊരിക്കലും സയനൈഡ് മോഹൻ്റെ കഥയാണെന്ന് നമ്മളാണ് കൂടുതലും പറഞ്ഞിരുന്നത്, അല്ലാതെ ഇക്ക വന്നിട്ട് ഇത് സയനൈഡ് മോഹൻ്റെ കഥയാണ്, നിങ്ങളിത് കണ്ടോ, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് തോന്നിയ കാര്യമായിരുന്നു. അപ്പം അതിൽ അവർ ഫിക്ഷൻ കൊണ്ടുവന്നു. അത് വിജയിച്ചെന്ന് തന്നെയാണ്, ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. അപ്പം പിന്നെ ആക്ടിങ്ങിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ നിർത്തില്ല, അതുപോലൊരു നടനാണത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സീനിൽ വില്ലനിസമാണ് കാണിക്കുന്നത്, എന്നിട്ടും നമ്മൾ ആളുടെ അഭിനയത്തിന് കൈയടിക്കുക. പക്ഷേ ഒരു സിനിമ കഴിയാൻ നേരം ആയപ്പോഴത്തേക്കും തിയേറ്ററിലുണ്ടായ കയ്യടികൾ ഏത് രീതിയിലാണ് മാറിയെന്ന് നോക്കിയാൽ അറിയാം. ആ ഫസ്റ്റ് സീനിലുണ്ടായിരുന്ന സ്റ്റാർ ലാസ്റ്റ് സീനിൽ ആക്ടറായി.
ആക്ടറായിട്ടാണ് കണ്ടത്, അല്ലെങ്കിൽ ക്യാരക്ടറായിട്ടാണ് കണ്ടത്. അപ്പോൾ ആ ക്യാരക്ടറായിട്ടാണ് നമ്മളിലേക്ക് വന്നത് ലാസ്റ്റ് സീനിൽ. ആദ്യം കണ്ടത് ആ സ്റ്റാറിൻ്റെ ഒരു കിടിലൻ ആക്ടിങ് പെർഫോമൻസ് ആയിരുന്നു. അവസാനത്തെ നമ്മൾ ആ സ്റ്റാറിനെ മറന്നു, ആ ആക്ടറിനെ, ആ ക്യാരക്ടറിനെ അവിടെ കണ്ടു. അപ്പോൾ അതിനാണ് ആ ലാസ്റ്റ് സീനിൽ ആർക്കാ കയ്യടി കിട്ടിയെന്നുള്ളത് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് തോന്നി. ഒരു രസകരമായിരുന്നു ആ ഒരു ക്ലൈമാക്സ് ഭാഗങ്ങൾ. പിന്നെ പറയുകയാണെങ്കിൽ വിനായകൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിനായകൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം എക്കോ കണ്ടപ്പോൾ അതിൽ കുര്യച്ചൻ്റെ കാര്യം എല്ലാവരും പറയുന്നത് കേട്ടു. ഈ കുര്യച്ചൻ്റെ റോള് കൊടുത്തത് ശരിയായ 2 പക്ഷക്കാരുണ്ട്. ആ ആക്ടർ ശരിയായില്ല. കാരണം കുര്യച്ചൻ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ മനസ്സിലൊരു കുര്യച്ചൻ, ഒരു മുണ്ടൊക്കെ എടുത്ത് അങ്ങനത്തെ വരുന്ന ഒരാളെയാണ് എല്ലാവരും മനസ്സിൽ കാണുന്നത്. അപ്പോഴത്തേക്കും പക്ഷേ അതിൽ ആ ഒരു ചെയ്തത് അങ്ങനെ ഒരാളെ കൊണ്ടുവന്നപ്പോൾ ഒരു ഫ്രഷ്നെസ് കിട്ടിയായിരുന്നു. ആ ഫ്രഷ്നെസ് ഇവിടെ ഫീൽ ചെയ്തു വിനായകൻ്റെ കാര്യത്തിലും. കാരണം വിനായകനായിട്ട് തന്നെ അഭിനയിച്ചിരുന്നെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം വിനായകനെ ഇവിടെ ഡയറക്റ്റ് ചെയ്തു. ആക്ച്വലി തുടങ്ങിയപ്പോൾ തൊട്ട് തീരുന്നോടം വരെ കൺട്രോൾഡ്. ആ ഒരു വേറൊരാൾ ഇതുവരെ വിനായകനെ അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ അഭിനയിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. ആളുടെ പുതിയൊരു ഫേസ് നമുക്ക് കാണാൻ പറ്റി. എപ്പോൾ വേണമെങ്കിലും കയ്യിൽ നിന്ന് പോകും. നമ്മളിങ്ങനെ തുടക്കം തൊട്ട് ചെയ്ത് എപ്പോഴാണ് വിനായകനാകുന്നതെന്ന് ഓർത്തോർത്തിരുന്നു. പക്ഷേ അവസാനം വരെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് നിന്നു. നല്ലതായിരുന്നു. പക്ഷേ 2 പക്ഷക്കാരുണ്ട്. വിനായകൻ മിസ്കാസ്റ്റ് ആയെന്ന് പറയുന്ന ഒരുപാട് ആളുകളെ കാണാൻ പറ്റി. പക്ഷേ എനിക്ക് രണ്ടും നല്ല പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കുറവുകളോ ഒന്നും തോന്നിയൊന്നുമില്ല. പിന്നെ ഡയറക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജിതിൻ കെ ജോസ് പുതിയ ആദ്യത്തെ സിനിമയാണ്. പക്ഷേ ഇതിനു മുമ്പേ ഒരു കുറുപ്പ് എന്ന് പറയുന്ന സിനിമയുടെ കഥ എഴുതിയിട്ടുണ്ട്. ആ സിനിമ എനിക്കൊരു അസഹനീയ അനുഭവമായിട്ടാണ് തോന്നിയിരുന്നത്. അപ്പോൾ അതിൽ ഒന്നും തന്നെ എനിക്കതിലൊന്നും ഓർക്കാൻ പോലും തോന്നുന്നില്ല. അതും ഇതുപോലെ തന്നെ ഒരു റിസ്ക്കാണ്. സുകുമാരക്കുറുപ്പിൻ്റെ കഥ നമുക്കറിയാം. അപ്പോൾ അത് സിനിമയിലേക്ക് അങ്ങനെ സിനിമാറ്റിക് ആയിട്ട് എടുക്കാം, നമുക്ക് ഇൻട്രസ്റ്റ് എൻഗേജിങ് ആയിട്ട് എടുക്കാമെന്ന് കരുതി. അപ്പോൾ അതിൽ ചെയ്ത കുറച്ച് മണ്ടത്തരങ്ങൾ, എസ്പെഷ്യലി നായകനെയും കൊണ്ട് ഉള്ള ഒരു ആദ്യത്തേക്ക് ഒരു അരോചകമായിട്ടുള്ളൊരു ഗാനവും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറിപ്പ് ഒരു മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പം എനിക്ക് ഈ കളങ്കാവൽ കാണാൻ പോകുന്നതിന് മുന്നേ ജിതിൻ കെ ജോസ് ആരാണെന്ന് ഞാനൊരു 1 വീക്ക് മുന്നേ അറിയുന്നത്. ഇത് കുറിപ്പ് എഴുതിയ ആളാണെന്ന് അപ്പോഴാണ് അറിഞ്ഞത്. അപ്പോഴെനിക്കൊരു പ്രതീക്ഷ കുറഞ്ഞു. അപ്പോൾ ഇത് എന്തൊക്കെ വന്നാലും ആ ഒരു ടൈപ്പ് റൈറ്റിംഗ് ആയിരിക്കുമോ എന്ന് ഓർത്തു. പക്ഷേ വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ അത് ഡയറക്റ്റോട് ചെയ്തപ്പം നല്ല ഡയറക്ഷൻ തന്നെയാണ്, നല്ലതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കി ഒക്കെ സ്ക്രിപ്റ്റിൽ റൈറ്റിങ്ങിൽ പെർഫെക്റ്റ് എന്ന് പറയുന്നില്ല, എങ്കിലും നല്ലതാണ്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അടുത്ത സിനിമയിൽ ഇനി ഇമ്പ്രൂവ് ആവും. അപ്പം സപ്പോർട്ട് കിട്ടുന്നുണ്ട് വലിയ സ്റ്റാർസിൻ്റെയൊക്കെ. അപ്പോൾ അത് ആൾ നല്ല രീതിയിൽ ഉപയോഗിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. പിന്നെ പറയുന്നത് മ്യൂസിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുജീബ് മജീദ് നമ്മുടെ ഒരു മലയാള സിനിമയുടെ ഫ്യൂച്ചർന്ന് ആണ് പറയാം. വെച്ചാൽ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം മുജീബ് മജീദ് പറയുകയാണെങ്കിൽ ക്രിസ്റ്റോ സേവ്യർ. കാരണം പാട്ടുകളുടെ കാലം കഴിഞ്ഞു നമുക്കിപ്പോൾ. ഈ പാട്ടുകളുടെ കാലം കഴിയുമ്പോഴത്തേക്കും ഇനിയിപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്ന ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ മുജീബ് മജീദിനെ പോലുള്ളവർക്കൊക്കെ നല്ലൊരു ഫ്യൂച്ചറാണ് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമുള്ള എക്കോയിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം. ആ സിനിമ ഫുൾ ടൈം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് അതിലും പുതിയ കാര്യങ്ങൾ ആൾ ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. ഇതിൽ സെയിം കാര്യം, ഈവൻ പാട്ടുകൾ ആൾ ചെയ്യുമ്പോഴും ഇത് ഫ്രഷാണ്. ഇതുവരെ കേട്ടിട്ടില്ല നമ്മുടെ ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ ഇങ്ങനൊരു പരീക്ഷണം നടത്തി. കാരണം പാട്ടുകൾ നിലാക്കായൽ എന്ന് പറഞ്ഞ പാട്ടൊക്കെ അതൊരു ഉഗ്രം പരീക്ഷണമാണ്, അത് നല്ലൊരു വിജയമാണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ആ പാട്ട് ആ സിനിമയ്ക്ക് എന്തോരം എഫക്റ്റ്, നമുക്ക് കാണുമ്പോൾ എന്തോരം എഫക്റ്റ് തരുമെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലായി. നല്ലൊരു എഫേർട്ടായിരുന്നു. അതിന് കയ്യടി തന്നെ അറിയിക്കുന്നുണ്ട്. ഈ സിനിമയിലെ മമ്മൂട്ടി കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ടോപ്പ് മുജീബ് മജീദിൻ്റെ മ്യൂസിക് തന്നെയാണെന്ന് പറയാം. അത് ക്ലൈമാക്സ് ഭാഗങ്ങളിലൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗങ്ങൾ. പിന്നെ പറയാനായിട്ടുള്ളത് എഡിറ്റിങ് എനിക്കധികം ടെക്നിക്കലായിട്ട് ഇങ്ങനെ പറയാനോ അറിയില്ല. ഒരു സിനിമാ ആസ്വാദകം കാണുന്ന രീതിയിൽ പറയുമ്പോഴത്തേക്കും ഇപ്പം എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ചെറിയ കാര്യങ്ങൾ, ആദ്യം തന്നെ ഈ സൈനൈഡ് മോഹൻ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ, ഈ വില്ലൻ ക്യാരക്ടർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കാണിക്കുന്ന ഒരു എഡിറ്റിംഗ്, ഒരു ബ്രില്യൻസ് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോർഷനിൽ അതിൽ അയാളുടെ വിക്ടിംസ് ആയിട്ടുള്ള എല്ലാവരെയും അവിടെ കാണിച്ചു. പക്ഷേ ആ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ
ആ ഒരു ക്യാരക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, ആ ഒരു നല്ലൊരു ബ്രില്യൻ്റ് എഡിറ്റിംഗ് രീതിയിൽ കാണിച്ച് പോയി. കാരണം നമ്മൾ ഇന്നൊരു സീൻ കഴിഞ്ഞ് അടുത്തത് ഇവിടെ ഇങ്ങനെ അപ്പോൾ ഇതിങ്ങനെയാണ് പോകുന്നത് കിട്ടിയപ്പോൾ തന്നെ നമുക്കൊരു കൊള്ളാം, നല്ലൊരു എഫേർട്ടും തോന്നി. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ കഥ നമ്മൾ മനസ്സിലാക്കുന്നതാണെങ്കിൽ വിനായകൻ വഴിയാണ് ഇയാൾ എങ്ങനെയാണ് ഓരോ കാര്യം ചെയ്യുന്നതെന്ന് വേറെ രീതിയിൽ നമ്മൾ അറിയുന്നത്, വേറൊരാളുടെ ഇപ്പോൾ അന്വേഷിച്ച രീതിയിൽ അറിയുന്നത്. പക്ഷേ വിനായകൻ ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്ന കൂടെയാണ് നമ്മൾ ആ കഥ അറിഞ്ഞത്. അതൊരു പുതുമയൊന്നുമില്ല, എന്നാലും നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ ആ കഥയിലൂടെ അങ്ങ് പോയി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സിനിമ കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് ഞാൻ കൈയടിച്ച് സിനിമ കണ്ടു. കാരണം എനിക്ക് നല്ലൊരു ഫീല് കിട്ടി കഴിഞ്ഞപ്പം. ഞാൻ ഓർത്തു ഇത് അവസാനം എന്താവുമെന്നൊരു ഡൗട്ട് വന്നിടത്തുനിന്ന് നല്ലതായിട്ട് തന്നെ തീർത്തു, കൈയടിക്കാൻ തോന്നുന്ന രീതിയിൽ തന്നെ തീർത്തു. കാരണം ആ പേരിനോടൊക്കെ നീതി പുലർത്തുന്ന പോലെ തന്നെ ഒരു എൻഡിങ് തന്നെയായിരുന്നു. പിന്നെ പക്ഷെ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റിപ്പറ്റീഷൻ സീനുകളുണ്ട്, പ്രത്യേകിച്ച് വിനായകനും ആളുടെ ഹെഡ് ഓഫീസറും തമ്മിലുള്ള സീനുകൾ ഒരേപോലെ തന്നെ. പിന്നെ ഒരു ഡോക്ടറിൻ്റെ കൂടെയുള്ള സീനുകൾ റിപ്പറ്റീഷൻ, പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മടുത്തു. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമായിരുന്നു മമ്മൂക്കയുടെ റൗണ്ടായിട്ട് പുക വിടുന്നത്. അപ്പോൾ അത് പറയുന്ന ഇതുണ്ടായി. പിന്നെ അതുപോലെ തന്നെ സിഗരറ്റ് ചവയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ആ സമയത്ത് ഇമ്പ്രൂവൈസ് ചെയ്ത ആക്ടിങ്ങിൽ ഇമ്പ്രൂവൈസ് ചെയ്ത കാര്യം അത് കൊള്ളാലോ എന്ന് കരുതി ഡയറക്ടർ അത് റിപ്പീറ്റേഷൻ ചെയ്തു. അത് നമുക്കൊരു പുക വിടുന്നത് രസമായിരുന്നു. പക്ഷേ എപ്പോഴും നോക്കുമ്പം കാണിക്കുന്ന സീനിലെല്ലാം ആളിരുന്നങ്ങ് വട്ടത്തിൽ പുക വിട്ടുകൊണ്ടിരിക്കുക, ഇതെപ്പോഴാണ് തീരുന്നതെന്ന് ഇടയ്ക്കൊന്ന് തോന്നിപ്പോയി. അപ്പോൾ അതൊരു കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പറയുകയാണെങ്കിൽ റിപ്പീറ്റേഷനാണ് ഒരു നമുക്കൊരു പ്രശ്നമായി തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ ബഡ്ജറ്റ് കുറയ്ക്കാനുള്ള ശ്രമങ്ങളിലാണെന്ന് തോന്നുന്നു. ചില ഭാഗങ്ങൾ ഭയങ്കര പ്ലെയിനായിട്ട്, ആ കഥ എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് സിനിമ രീതിയിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. റിയലിസ്റ്റിക് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് ഇതിങ്ങനെ പറഞ്ഞു പോകണം. അപ്പോൾ അത് റിയലിസ്റ്റിക്കിൽ ഒരു സെമി റിയലിസ്റ്റിക് ആണെങ്കിലും അത്ര എഫേർട്ട് വന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്നിരുന്നെങ്കിൽ നമുക്ക് ചരിത്രത്തിലൂടെയും പോട്ടെ, നമ്മുടെ ഈ വല്ലാത്തൊരു കഥ കണ്ടാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ആ വല്ലാത്തൊരു കഥ കാണുന്ന പോലെ തന്നെ ആ സിനിമ എടുത്ത് വെക്കേണ്ടതെങ്കിൽ നമുക്ക് സിനിമ കാണേണ്ട കാര്യമില്ല. ഇതിൽ അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു ആക്ടറിനെ വില്ലനായിട്ട് കിട്ടി, അപ്പോൾ ആളെന്തൊക്കെ ചെയ്യുന്നു, നമുക്ക് സിനിമ കാണുമ്പോഴാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ ഇക്കയുടെ സീൻ വരട്ടെ, എന്തെങ്കിലും ഉണ്ട്, രസം ഉണ്ടായിരിക്കും, അങ്ങനെ തോന്നിപ്പോയി. അത് വേറെ സീനുകൾ കാണുമ്പോഴത്തേക്ക് ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം ആളുടെ സീൻ വരുമ്പോൾ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും, അങ്ങനെ ഒന്ന് ഫീലായിപ്പോയി. അതൊരു കുറവ് തന്നെയാണ് നമുക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറിനെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഇത് കാണുമ്പോഴാണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അത്രയും എല്ലാവരെക്കാളും വലിയൊരു നടനായി അത്ര ടോപ്പ് പെർഫോം ചെയ്തത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു പോകുന്നത്. കാരണം ഒരു പോയിന്റിൽ നമ്മൾ ഇടയ്ക്ക് ഇത് വില്ലനാണെന്ന് പറഞ്ഞിട്ട് നല്ല അഭിനയമാണല്ലോ അങ്ങനെ രീതിയിൽ നമ്മൾ ചിന്തിച്ച് പോകേണ്ടി വന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കഥയിലേക്ക് തന്നെ ആകുന്നതിന് പകരം ആ ആക്ടറുടെ ഒരു പെർഫോമൻസ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും. അപ്പോൾ പിന്നെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ ആ ഒരു റിപ്പറ്റീഷൻ ഒഴിവാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ അങ്ങനെ അങ്ങ് പോകുന്നു. ആ ഒരു ഫ്ലോയിൽ അവർ പോയപ്പോഴത്തേക്ക് നമുക്ക് ചില പാർട്ടിൽ പ്ലെയിനായിട്ട് തോന്നി. അതുകൊണ്ട് ഇപ്പോൾ ടെക്നിക്കലി ആണെങ്കിലും പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാൻ അങ്ങോട്ട് തോന്നിയില്ല. കാരണം അത് റിയലിസ്റ്റിക്കലി അങ്ങ് പോകും, നമ്മളൊരു കഥ കണ്ടങ്ങ് പോകുന്നു. അപ്പോൾ ഈ ഭാഗം കൊള്ളാം അങ്ങനെ ഒരു ഇതില്ല. പിന്നെ മെയിനായിട്ടും ഇതിൽ വിക്ടിംസ് ഉണ്ട്. അപ്പോൾ വിക്ടിംസ് ആണ് സ്ത്രീകൾ ഈ സിനിമയിൽ. അപ്പോൾ നമുക്ക് അവരോടൊരു ഇമോഷണൽ കണക്ഷൻ തോന്നില്ല. അതിന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ മാത്രം, ആ ഒരു നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടർ എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അയാൾ ഇങ്ങനെ പോകുന്നു, അയാളെ എങ്ങനെ പിടിക്കപ്പെടുന്നു, അപ്പോൾ അയാളിലേക്ക് മാത്രമായി. പിന്നെ വിനായകൻ്റെ ഓഫീസറിൻ്റെ ഭാഗം കാണിക്കുന്നുണ്ട് ചെറുതായിട്ട്, പക്ഷെങ്കിലും നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ നമുക്ക് ഒരു ലേഡി ക്യാരക്ടേഴ്സിനോട് അവർ അനുഭവിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും അങ്ങോട്ട് ഫീൽ ആവുന്നില്ല. അങ്ങനെ ഒരു ഇതും വന്നു. പക്ഷേ മൊത്തത്തിൽ സിനിമ നോക്കുവാണെങ്കിൽ നല്ലൊരു സിനിമയാണ്. ഒരു തവണ കാണാം നല്ലതായിട്ട്. ഒന്നുകൂടെ കാണുമ്പോൾ നമുക്ക് മിക്കവാറും സ്കിപ്പ് ചെയ്ത് വിടാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഇക്കയുടെ ഭാഗങ്ങളൊന്ന് കണ്ടോ, അഭിനയം കണ്ടോ, സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി കാണുന്ന പോലെ കാണാൻ വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ
ഇതാണ് എൻ്റെ ഒരു തോന്നൽ ഈ സിനിമയെ പറ്റി. ഇനിയും വരട്ടെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയൊരു കുറച്ച് നാളത്തേക്ക് ഒരു ഗ്രേ ഷെയ്ഡ് പിടിക്കുന്ന പരിപാടി ഒന്ന് മാറ്റിയാൽ നല്ലതായിരിക്കും തോന്നുന്നു. അതും ഒരു ആവർത്തനമായി വരുന്നുണ്ട്. കാരണം ഇപ്പം ആൾക്കാർ ചിന്തിക്കാം, നമുക്ക് ഗ്രേ ഷെയ്ഡ് ചെയ്യുന്ന ക്യാരക്ടറിന് ഫാൻസ് കൂടുതൽ, അല്ലെങ്കിൽ വില്ലൻ ക്യാരക്ടറിന് ഫാൻസ് കൂടുതൽ, എന്നാൽ അടുത്ത സിനിമയിലും വില്ലനായിട്ട് അങ്ങോട്ട് ചെല്ലാം. എനിക്ക് തോന്നുന്നില്ല ഇനി അത് സമ്മതിക്കുമെന്ന്. കാരണം ആളിപ്പോൾ ചിന്തിക്കുന്ന രീതി ഭയങ്കര രസമാണ്. ആളിപ്പോൾ നമ്മൾ മലയാളി ഓഡിയൻസിന് വേണ്ടി മാത്രമല്ല ചിന്തിക്കുന്നത്, ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മളൊരു ഹോളിവുഡ് സിനിമയൊക്കെ കാണുമ്പോൾ അതിൽ ഇന്ന ആക്ടർ നല്ല റോള് ചെയ്യണം അങ്ങനെയൊന്നും അല്ലല്ലോ കരുതുന്നത്. ആളുടെ ഒരു ക്യാരക്ടറിനെ നമ്മൾ എടുക്കുന്നത്, ഒരു കഥ അവരവർ പ്ലേ ചെയ്യുക, ആ രീതിയിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇന്ന ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യണം, അപ്പം ഇന്ന കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഫാൻസിനൊരു റോങ് എക്സാമ്പിൾ ആകും, അങ്ങനെ യാതൊരു ചിന്തയില്ല. അതാണ് എനിക്ക് പ്രതീക്ഷ. ഇപ്പോൾ പുഴു പോലൊരു സിനിമയാണെങ്കിൽ പുഴുവിൽ ആൾ പ്രോപ്പർ വില്ലനാണ്. ആ സിനിമ തുടങ്ങുന്നതെന്ന് വെച്ചാൽ അവസാനം വരെ വില്ലൻ, നല്ലൊരു കാര്യം അയാൾ ചെയ്യുന്നില്ല. പക്ഷേ ആ സിനിമയിലെ ലീഡ് ക്യാരക്ടർ നല്ലവനാവണം എന്നുള്ള നമ്മുടെ ഒരു തെറ്റായ ചിന്ത തന്നെ മാറ്റാൻ മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ട് തന്നെ പറ്റിയത് വലിയൊരു കാര്യമാണ്. അപ്പം ഇപ്പം പണ്ടാണെങ്കിലും ഇങ്ങനത്തെ പരീക്ഷണ ചിത്രങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോഴും അതിലിപ്പം പരീക്ഷണങ്ങൾ ഏറ്റെടുക്കാൻ വലിയ താരങ്ങൾ വരുന്നില്ലായിരുന്നു. ഒരു സമയത്ത് പൃഥ്വിരാജ് മാത്രം കുറച്ച് പരീക്ഷണങ്ങൾ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അക്സെപ്റ്റഡ് ഉണ്ടെങ്കിലും കുറേയൊക്കെ ഒഴിവാക്കപ്പെടുന്നുണ്ട്. പക്ഷേ നല്ല രീതിയിൽ ഇപ്പം മമ്മൂട്ടി കമ്പനി അത് നല്ല രീതിയിൽ സെലക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം പിന്നെ പറയാനായിട്ട് കൂടുതലൊന്നുമില്ല. പോയി കാണുക, വിജയിപ്പിക്കുക,